ഈ സെക്സ് എന്നുള്ളൊരു വലിയൊരു മായാലോകത്തിൽ വീണിട്ട് ലൈഫ് കളയുന്ന ഒരുപാട് പെൺപിള്ളേരുണ്ട്, കളഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്, പിന്നെ ഒരുപാട് അഡൾട്ട് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോട്ടോയിൽ കാണുന്ന ഇവനെ കണ്ടോ, ഇവനാണെങ്കിൽ നല്ല പ്രായത്തിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഈ പെങ്കൊച്ചിൻ്റെ അത്രയും പ്രായമുള്ള ഒരു കൊച്ചുണ്ടാവേണ്ടതാ. അതിന് പറയും ഇവൻ എന്താ ചെയ്യുന്നറിയോ, 16 വയസ്സ് തൊട്ട് ഈ പെങ്കൊച്ചിനെ ഇവൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിന് സെക്ഷലി അബ്യൂസ് ചെയ്ത് ഒരു 5-6 വർഷമൊക്കെ അബ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലൈഫിൽ നിന്ന് ഒഴിവാക്കണമല്ലോ. അതുകൊണ്ട് ഇവൻ പറഞ്ഞു, പരിശുദ്ധമായ പ്രണയം കാരണം നമുക്ക് ഒരുമിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ പൊട്ടി പെങ്കൊച്ച് നമ്മുടെ ഈ പിള്ളേർക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളത്. അതിനുള്ള കഴിവൊക്കെ ഈ പിള്ളേർക്ക് എവിടെ പോയെന്ന് ആർക്കറിയാം. അപ്പോൾ അങ്ങനെ ഈ പെങ്കൊച്ച് പോയി, രണ്ടുപേരും ഒരുമിച്ച് കയറൊക്കെ ഇട്ട് നിന്നു. ഈ പെങ്കൊച്ച് കഴുത്തിൽ കയറിയിട്ടപ്പോൾ തന്നെ ഇവൻ ആ സ്റ്റൂൾ അങ്ങ് തട്ടി മാറ്റി. ഈ പെങ്കൊച്ച് തൂങ്ങി മരിച്ചു എന്നുള്ളതാണ്. മരിച്ചു കഴിഞ്ഞിട്ട് പോലും ആ ശരീരത്തിനോടുള്ള അവൻ്റെ കാമം തീർന്നില്ല. അവൻ അതുപോലെ ആ പെങ്കൊച്ചിനെ വീണ്ടും മൃഗീയമായിട്ട് ഉപദ്രവിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ ഈ 16 വയസ്സിൽ നിങ്ങളുടെ അടുത്ത് ലൈംഗിക സുഖത്തിന് വേണ്ടി, സെക്സിന് വേണ്ടി നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നവരെ നിങ്ങൾ സൂക്ഷിച്ചോ. ഒരിക്കലും അവർക്ക് നിങ്ങളോടുള്ള നല്ല സ്നേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവരോ അല്ല. അത് അവരുടെ സുഖത്തിന് വേണ്ടി മാത്രം വരുന്നതാണ്. ആ കാമം അങ്ങ് തീർന്നു കഴിയുമ്പം ഒന്നില്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കും, അല്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയും. ഈ പ്രായത്തിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഒരു സാമ്പത്തികം ഇല്ലാത്തവരാണെങ്കിൽ എന്തെങ്കിലും കൈത്തൊഴിലെങ്കിലും പഠിച്ച് ജീവിതത്തിൽ സ്വന്തം കാലയിൽ നിൽക്കാൻ നോക്കുക. അവിടെയാണ് ആ നല്ല ഏജ്, 10 വയസ്സ്, 15, 16, +2 പഠിക്കുന്ന സമയങ്ങൾ, ഹയർ എഡ്യൂക്കേഷന് പോകുന്ന സമയങ്ങൾ, അതെല്ലാം ഈ എവിടുന്നോ കയറി വരുന്ന ആളുകൾക്ക് സ്വന്തം ശരീരം തുറന്നു കൊടുത്ത് അങ്ങനെയുള്ളൊരു മായാലോകത്ത് ജീവിച്ച് നിങ്ങളുടെ ലൈഫ് കളയാതിരിക്കുക. പരിണിത ഫലം ഇതൊക്കെയായിരിക്കും. സോ ഓൾ ടേക്ക് കെയർ.